ഇറാനിലെ പുതിയ സുപ്രീം ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖാംനയുടെ ഈദ് സന്ദേശം വന്നിരിക്കുന്നു. ഇറാനിൽ പുതുവത്സര ആഘോഷം കൂടി നടക്കുകയാണ്. സൗരാഷ്ട്ര സംസ്കാരമനുസരിച്ച് ഇറാനിലെ വളരെ പുരാതനമായ ഒരാഘോഷമാണ് നൗറൂസ്. വസന്തകാലത്തിൻ്റെ തുടക്കത്തിലാണ് അവരുടെ പുതുവത്സരം ആഘോഷിക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ അംറൂസ് എന്ന് പറഞ്ഞാൽ ടുഡേ എന്നാണ് അർത്ഥം. നൗറൂസ് എന്ന് പറഞ്ഞാൽ പുതുവത്സര ദിനം എന്നാണ്. ഈ വർഷം ഈദുൽ ഫിത്തറും നൗറൂസും ഒന്നിച്ചാണ് വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുജ്തബ ഖാംനയുടെ ഈദ് സന്ദേശം വന്നിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഘട്ടത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. കരുണയും ദയയും നിറഞ്ഞ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഹൃദയങ്ങളെയും കാഴ്ചകളെയും മാറ്റുന്നവനെ, രാത്രികളെയും പകലുകളെയും നിയന്ത്രിക്കുന്നവനെ, സ്ഥിതികളെയും സാഹചര്യങ്ങളെയും മാറ്റുന്നവനെ, ഞങ്ങളുടെ അവസ്ഥയെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നീ മാറ്റണമേ. ഈ വർഷം ആത്മീയതയുടെ വസന്തവും പ്രകൃതിയുടെ വസന്തവും, അതായത് വിശുദ്ധ ഈദുൽ ഫിത്തറും പുരാതനമായ നൗറൂസ് ഉത്സവവും ഒന്നിച്ചെത്തിയിരിക്കുന്നു. ഈ രണ്ട് മതപരവും ദേശീയപരവുമായ ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ഇസ്ലാമിൻ്റെ പോരാളികളുടെ ശ്രദ്ധേയമായ വിജയങ്ങളെ സംബന്ധിച്ചും എല്ലാവരെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. അതുപോലെ രണ്ടാമത്തെ നിർബന്ധിത യുദ്ധത്തിലും ജനുവരി മാസത്തിൽ നടന്ന കലാപത്തിലും മൂന്നാം നിർബന്ധിത യുദ്ധത്തിലും സുരക്ഷാ സീമാ മേഖലകളിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബത്തോടും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവരോടും അനുശോചനവും സഹാനുഭൂതിയും അറിയിക്കുന്നു. വരാനിരിക്കുന്ന 1405 വർഷത്തെ അവസരമാക്കി ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ആദ്യമായി കഴിഞ്ഞ വർഷത്തിൽ നടന്ന ചില സുപ്രധാന സംഭവങ്ങൾ ഞാൻ ഇവിടെ അനുസ്മരിക്കട്ടെ. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ 3 യുദ്ധങ്ങൾ അനുഭവിച്ചു. ആദ്യ യുദ്ധം ജൂൺ മാസത്തിലെ യുദ്ധമായിരുന്നു. ചർച്ചകൾ നടക്കുന്നതിനിടെ സയണിസ്റ്റ് ശത്രു അമേരിക്കയുടെ പ്രത്യേക സഹായത്തോടെ രാജ്യത്തെ മികച്ച കമാൻഡർമാരെയും പ്രമുഖ സയൻറ്റിസ്റ്റുകളെയും കൊലപ്പെടുത്തി. ഏകദേശം 1000-ഓളം പൗരന്മാർ കൊല്ലപ്പെട്ടു. ശത്രു തെറ്റായ കണക്ക് കൂട്ടലിലൂടെ 2 ദിവസത്തിനകം ജനങ്ങൾ ഇസ്ലാമിക സംവിധാനത്തെ അട്ടിമറിക്കും എന്ന് കരുതിയിരുന്നു. എന്നാൽ ജനങ്ങളുടെ ജാഗ്രതയും പോരാളികളുടെ അപൂർവ ധൈര്യവും ത്യാഗവും മൂലം ശത്രുവിൽ നിരാശയുടെ ലക്ഷണങ്ങൾ ഉടൻ തന്നെ പ്രകടമായി. ഒടുവിൽ മധ്യസ്ഥതയിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരായി. രണ്ടാമത്തെ യുദ്ധം ജനുവരി കലാപമായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാൽ ജനങ്ങൾ ശത്രുവിൻ്റെ പദ്ധതികൾ നടപ്പാക്കും എന്ന് കരുതി അമേരിക്കയും സയണിസ്റ്റ് ഭരണകൂടവും അവരുടെ കൂട്ടാളികളെ ഉപയോഗിച്ച് അനേകം ദുരന്തങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചു. മുൻ യുദ്ധത്തെക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യത്തിന് വൻ നാശനഷ്ടങ്ങളുമുണ്ടായി. മൂന്നാമത്തെ യുദ്ധം നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അതിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെ കണ്ണുനീരോടെയും ദുഃഖഭാരത്തോടെയും അകർന്ന ഹൃദയങ്ങളോടെയും ഇറാൻ ജനതയുടെ കരുണാനിധിയായ പ്രിയപ്പെട്ട പിതാവിനോട്, ആത്മീയ നേതാവിനോട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മാന്യമായ സ്ഥാനം ഉയർത്തി നൽകട്ടെ. നാം അദ്ദേഹത്തോട് വിട ചൊല്ലി. ഷഹീദുകളുടെ ഒരു കാഫിലയുടെ മുന്നിൽ അതിയായ ആവേശത്തോടെ സ്വർഗീയമായ ഒരു യാത്രയിലേക്ക് അദ്ദേഹം അതിവേഗം മുന്നേറുകയായിരുന്നു. അള്ളാഹുവിൻ്റെ കരുണയുടെ നിഴലിൽ വിശുദ്ധ പ്രകാശങ്ങളുടെ അടുപ്പത്തിലും നീതിമാന്മാരുടെയും ഷഹീദുകളുടെയും ഇടയിൽ അദ്ദേഹത്തിനായി നിർണയിക്കപ്പെട്ട ഒരു സ്ഥാനത്തേക്കായിരുന്നു ആ യാത്ര. ഈ യുദ്ധം സംഭവിച്ചത് ശത്രു തനിക്ക് അനുകൂലമായി രൂപപ്പെടുമെന്ന് കരുതിയ ജനുവരിയിലെ കലാപത്തിൽ നിരാശപ്പെട്ടതുകൊണ്ടാണ്.
ഇസ്ലാമിക് റവല്യൂഷണറിയുടെ തലവനെയും സ്വാധീനമുള്ള വ്യക്തികളെയും ഷഹീദാക്കുകയാണെങ്കിൽ ഇറാൻ ജനതയിൽ ഭയവും നിരാശയും സൃഷ്ടിക്കാമെന്നും രംഗം വിട്ടുപോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കാമെന്നും അതുവഴി ഇറാനെ കീഴടക്കുകയും പിന്നീട് അതിനെ വിഭജിക്കുകയും ചെയ്യാനുള്ള ശത്രുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാമെന്നും അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഈ വിശുദ്ധ മാസത്തിൽ നിങ്ങൾ ഉപവാസത്തോടൊപ്പം ജിഹാദിനെയും ഏകീകരിച്ചു. മൈതാനങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രതിരോധം സൃഷ്ടിച്ചു. ജനങ്ങൾ പ്രതിരോധത്തിൻ്റെ ഒരു കോട്ട തന്നെ തീർത്തു. ഈ രീതിയിൽ നിങ്ങൾ ശത്രുവിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ശക്തമായ ഒരു പ്രഹരം നൽകി. അത്രയും വലുതായിരുന്നു ആ പ്രഹരം. തദ്ഫലമായി ശത്രു നിരവധി പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും അനവധി അസംബന്ധങ്ങളും പറയാൻ തുടങ്ങി. ഇത് ശത്രുവിൻ്റെ ജാഗ്രതക്കുറവും ബൗദ്ധിക ദൗർബല്യവുമാണ് സൂചിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ രാജ്യത്തോടൊപ്പം നിന്ന എല്ലാ ജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ നൗറൂസ് സന്ദേശത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.